ടീച്ചു ഒരു കൈ അവൾ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, മറ്റേ കൈയും കൂടി ഞാൻ വെച്ചു കൊടുത്തപ്പോൾ അവൾ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് നല്ലോണം മെഹന്തി ഉണ്ട്. കല്യാണ വീട്ടിൽ നിന്ന് വന്നവരാണ് പകുതിയും. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാം, നമ്മൾ നിക്കാഹിന് അങ്ങനെ ഒരു ഹലോ വെൽക്കം ടു അജൂക്സ് ബി. അപ്പോൾ എൻ്റെ മറ്റൊരു ഫ്രണ്ടിൻ്റെ നിക്കാഹ് കൂടി കണ്ടാലോ. കുടുംബക്കാരെയും അയൽവാസികളെയും ഒക്കെ നിക്കാഹിന് വിളിക്കുമെങ്കിലും ഉള്ളിയൊരിക്കലിനൊരു പ്രത്യേക വിളിയുണ്ട്. അപ്പോൾ വളരെ അടുത്ത കുറച്ച് കുടുംബക്കാരെ വിളിക്കാൻ വേണ്ടി ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ബീച്ചിൽ പെണ്ണുങ്ങൾ എന്തോ പെരക്കി നടക്കുന്നേ കണ്ടോ. എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സീസൺ ആയിട്ടുണ്ട്. ഉള്ളി ഉരിക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പാണ് കേട്ടോ നമ്മൾ ആൾക്കാരെയൊക്കെ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവളുടെ കുടുംബക്കാരെയൊക്കെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി നടന്ന് അതിന് ശേഷം നമ്മൾ അവളുടെ വീട്ടിൽ വന്ന് രാത്രിയാണ് കേട്ടോ മെഹന്തി ഇടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മെഹന്തി ഇടുന്നത് വേറെ ആരും അല്ല, നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്ന് മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മളൊരു ചായയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ രാത്രി 10-11 മണി ആയിട്ടുണ്ട്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ വീണ്ടും അവളുടെ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ ഇന്നാണ് ഉള്ളിയിരിക്കുന്ന പരിപാടി. അതിനായിട്ട് ഉള്ളിയൊരിക്കാൻ വേണ്ടി വരുന്ന പെണ്ണുങ്ങൾക്ക് ചായയുടെ കൂടെ സമൂസയും കട്ട്ലേറ്റും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് ഉള്ളിയൊരിക്കാൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉള്ളിയൊരിച്ച് കഴിയുമ്പോഴത്തേനും എന്തായാലും വൈകുന്നേരം ആവും. ഇനിയിപ്പോൾ വൈകുന്നേരം അല്ലെങ്കിലും നമുക്ക് ഉള്ളിയൊരിക്കുന്നിടത്ത് നല്ല അടിപൊളി കടികളും ചായയും നിർബന്ധമാണ് കേട്ടോ. അതൊക്കെയല്ലേ ഈ കല്യാണം സൂപ്പറാക്കുന്നേ. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാം, നമ്മൾ നിക്കാഹിന് അങ്ങനെ ഒരുപാട് പേരെയൊന്നും വിളിക്കത്തില്ല. നമ്മുടെ വളരെ അടുത്ത കുടുംബക്കാരെയും അയൽവാസികളെയും മാത്രമേ വിളിക്കത്തുള്ളൂ നോർമലി. പിന്നെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലർ നിക്കാഹ് കഴിഞ്ഞിട്ട് ഹലാലാക്കി വിടും, ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ ക്ഷണിക്കാറില്ല. പക്ഷേ ചിലർ നിക്കാഹ് കഴിഞ്ഞിട്ട് പെണ്ണിനെ ചെക്കൻ്റെ വീട്ടിലേക്ക് വിളിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ഫ്രണ്ടിനെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരിക്കൽ വലിയ രീതിയിൽ തന്നെയായിരിക്കും കല്യാണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാ ഉള്ളിയൊരിക്കാൻ വേണ്ടി വരുന്ന പെണ്ണുങ്ങൾക്ക് ചെയറൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇലമൈലാഞ്ചി അരക്കാൻ വേണ്ടിയിട്ട് 2 പേര് ആ കമ്പിയിൽ നിന്ന് ഇല സെപ്പറേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കൊരു ഫ്ലോപ്പ് പരിപാടി കിട്ടിയിട്ടോ. ഇവിടെ ഉള്ളി ഉരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അപ്പുറത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേനും പെണ്ണുങ്ങൾ ഉള്ളിയൊക്കെ ഉരിച്ച് കഴിഞ്ഞിട്ട് സ്വര പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവർ ചായയും കുടിച്ച് ഉള്ളി ഉരിച്ച് കഴിഞ്ഞ് അങ്ങനെ സെറ്റായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഞാൻ കാണുന്നതൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഈ സംഭവം നടക്കുന്നത് വീടിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എന്ത് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കിപ്പോഴും ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അപ്പുറത്തെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ഒരുപാട് പരിപാടികൾ വരാനുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ നിക്കാഹ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ എത്താൻ പറ്റില്ല. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ചു. സമൂസ സൂപ്പറായിരുന്നു. ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു സമൂസ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നെ നമ്മുടെ കയ്യിൽ മെഹന്തി ഇടുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഇവൾ മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിം ഡിസൈൻ വരക്കാമെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇന്നലെ രാത്രി നമ്മൾ ഇവളുടെ കൈയിൻ്റെ ബാക്ക് സൈഡിൽ മാത്രമായിരുന്നു മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിലും കൂടി ഇട്ട് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് എൻ്റെ കയ്യിൽ മെഹന്തി ഇടിച്ചു. ഒരു കൈ അവൾ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, മറ്റേ കൈയും കൂടി ഞാൻ വെച്ച് കൊടുത്തപ്പോൾ അവൾ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് നല്ലോണം മെഹന്തി ഇടാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞ് സോപ്പ് അടിച്ച് 2 കൈയിലും ഞാൻ മെഹന്തി ഇടിച്ചു കേട്ടോ. ആരും പേടിക്കണ്ട, ഇവിടെ കുറച്ച് പേര് അരച്ച മൈലാഞ്ചി കയ്യിൽ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ വീണ്ടും പോയിട്ടോ അവളുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നാണ് അവളുടെ നിക്കാഹ്. അപ്പോൾ നമ്മൾ രാവിലെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. രാവിലെ തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ റൂം സെറ്റാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സർബത്തൊക്കെ കുടിച്ചു കേട്ടോ. കല്യാണ വീട്ടിൽ പിന്നെ തീറ്റയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കിട്ടുന്നതൊക്കെ കേട്ടും എന്തും പോവും, അത്രയേ ഉള്ളൂ. പിന്നെ എന്നോട് ആരോ പറഞ്ഞു, അപ്പുറത്ത് കിലാഞ്ചി വലിക്കുന്നുണ്ട്, നീ വീഡിയോ എടുക്കാൻ പോകുന്നില്ലേന്ന്. ഇപ്പുറത്തിരുന്ന അപ്പുറത്ത് നടക്കുന്ന പരിപാടി ഒന്നും കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ കിലാഞ്ചി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിലാഞ്ചി എന്ന് പറഞ്ഞ ഒരു ആർഭാട രാജാവാണ്. കല്യാണ വീട്ടിൽ പിന്നെ പറയേണ്ട മസ്റ്റ് ഐറ്റമാണ് കിലാഞ്ചി എന്ന് പറയുന്നത്. ആർക്കാണ് മസ്റ്റ്? ഫുതിയാപ്പിളക്ക്. ഫുതിയാപ്പിള എന്ന് വെച്ചാൽ മണവാളൻ. മണവാളനെ നമ്മുടെ ഇവിടെ ഫുതിയാപ്പിള എന്നാണ് പറയുന്നത്. അപ്പോൾ മണവാളനും മണവാളൻ്റെ കൂടെ വരുന്നവർക്കും വേണ്ടിയിട്ടാണ് കിലാഞ്ചി. അപ്പോൾ ബിരിയാണി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് കഴിക്കുന്നതിന് മുമ്പ് ആദ്യം കിലാഞ്ചി ആട്ടോ കൊടുക്കുന്നത്. അതൊരു മര്യാദ തന്നെയാട്ടോ. അരിയും മുട്ടയും കട്ടി കുറച്ചരച്ചതാണ് കേട്ടോ ഇതിൻ്റെ കൂട്ട്. കിലാഞ്ചിയുടെ കൂടെ കട്ടിപ്പാലാട്ടോ കഴിക്കുന്നത്. തേങ്ങാപ്പാലും ശർക്കരയും ചെറുപഴമൊക്കെ ഇട്ട് എന്ത് ടേസ്റ്റാണെന്നറിയോ, കഴിച്ചിട്ടുള്ളവർക്കറിയാം. നിങ്ങളിപ്പോൾ കണ്ട പോലെ ചെറിയ ഉരുളിയിൽ വളരെ കുറച്ചൊഴിച്ച് ചുറ്റിച്ചെടുത്തിട്ടാട്ടോ കിലാഞ്ചി ഉണ്ടാക്കൽ. അത് ചൂട് പോകുന്നതിന് മുമ്പ് ഇതേപോലെ മടക്കിയെടുക്കും കേട്ടോ. വളരെ കനം കുറഞ്ഞ ഒരു പേപ്പർ കണക്കിനാട്ടോ കിലാഞ്ചി ഉണ്ടാവൽ. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുത്തിരിക്കാണ്ട്, സഹായിക്കാനല്ല കഴിക്കാൻ വേണ്ടി. ഡാമേജ് ആയത് കിട്ടിയാലേ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ നല്ല രസമാട്ടോ. വിതൗട്ട് കട്ടിപ്പാൽ. ഓക്കെ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നബിദിനാവസാനത്തേക്കുള്ള പരിപാടികൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബൈക്ക് റാലി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവളുടെ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ റാലിയൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോയി റെഡിയായി ചമഞ്ഞൊരുങ്ങിയിട്ട് വീണ്ടും അവളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു വെസൽ പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ച് ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. കല്യാണ വീട്ടിൽ നിന്ന് വന്നവരാണ് പകുതിയും. നമ്മുടെ കൂടെ വന്നവരാണ് കേട്ടോ. നമ്മളെല്ലാവരും ഒരുമിച്ച് അവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് ഒരുങ്ങി ചമഞ്ഞ് വന്നപ്പോഴേക്കും ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോഴേക്കും അവൾ ഇത്രയും റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവളുടെ മാലയും വളയൊക്കെ എടുത്ത് ചുമ്മാ ഒന്ന് ഇട്ടൊക്കെ നോക്കി. പിന്നെ നമ്മൾ കുറച്ച് പുട്ടിയൊക്കെ എടുത്തിട്ടു. അവൾ മേക്കപ്പ് ചെയ്യാൻ കൊണ്ടുവന്ന സാധനത്തിൽ നിന്ന് സ്പ്രേ വരെ നമ്മൾ അടിച്ചത് നല്ല സൂപ്പർ സ്പ്രേ ആയിരുന്നു. അവൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ, വിത്ത് ഹിജാബ് ഓർ വിത്തൗട്ട് ഹിജാബ് എന്നുള്ള കാര്യത്തിൽ. നേരത്തെ തന്നെ നമ്മൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടിലും അവൾ നല്ല ചുണ്ടറി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൂടുതൽ പേരും വിത്തൗട്ട് ഹിജാബ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. ആൻഡ് ഫൈനലി അവൾ ഹിജാബിൽ ഒരുങ്ങി കേട്ടോ. എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. അല്ലെങ്കിലും ഞങ്ങളെ തകുതി കാണാൻ ഹരംകൊള്ളി താങ്ങല്ലോ ഇല്ലേ. ഹലോ ലക്ഷദ്വീപ് ഭാഷയാണ് കേട്ടോ. അങ്ങനെ നമുക്കിടയ്ക്ക് ജസരിയൊക്കെ പറയാമെന്നേ. ലക്ഷദ്വീപ് ഭാഷ കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് കേൾക്കാമല്ലോ. എൻ്റെ നീരാളി വീഡിയോൻ്റെ കുട്ടി ഫാനാട്ടോ ഈ നിൽക്കുന്ന. പേര് റിസാന്നാട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് വന്നിരിക്കുകയാണ്. അവളുടെ കൂടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഉള്ളിൽ അവളും അവളുടെ ഫാമിലിയും ഒക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ നിക്കാഹിൻ്റെ ഒരു വീഡിയോയിൽ മണവാട്ടി ആയിരുന്ന ആളിപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. ആരാന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ? ആ വീഡിയോ കണ്ടവർക്ക് ഇവളെ എന്തായാലും മനസ്സിലാവാണ്ടിരിക്കില്ല. ഇതാ ഈ ബിരിയാണി കുറച്ച് എടുത്ത് വെച്ചിരിക്കുന്നേ കണ്ടോ. അതൊക്കെ ഇവർ പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണ് കേട്ടോ. അതായത് ചെക്കനും ചെക്കൻ്റെ കൂടെ വരുന്നവർക്കും നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ ഇവർ. ഇവരുടെ ബന്ധുവീട്ടിലും മറ്റും ഇവർ തന്നെയാട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്യാറ്. നല്ല മാസമായിട്ട് ഇവർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാമെന്നാണ് അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ പെണ്ണിനും ചെക്കനും കൂടി കട്ട് ചെയ്യാനുള്ള കേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ട് ചെക്കൻ ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരും. ഞങ്ങൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കാമായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഉള്ളിലോട്ട് വന്നതാണ്. പിന്നെ ഈ ഇരിക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. പിന്നെ എന്ത് പറയാനാ, ചെക്കൻ്റെ പെങ്ങളും കൂടി ആയിപ്പോയി. അങ്ങനെ അവരെയൊക്കെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വന്ന് പിന്നെ ഞാൻ വീണ്ടും തിരിച്ച് പുറത്തേക്ക് പോയപ്പോഴാണ് ഞാൻ അത് കാണുന്നത്. സ്വാഭാവികം. അങ്ങനെ എല്ലാ പടക്കങ്ങളും പൊട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് പോയപ്പോൾ ഉണ്ട് അവൾ എല്ലാവരോടും പൊട്ടിയും ചോദിച്ച് ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കിലാഞ്ചിയുടെ സ്വന്തം കട്ടിപ്പാൽ കേട്ടോ. അപ്പോൾ ഇവിടെ കിലാഞ്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കട്ടിപ്പാൽ ഒഴിക്കുന്നുണ്ട്. ചെക്കൻ്റെ കൂടെ വന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ചെക്കന് വേണ്ടിയിട്ട് ബൗളിലൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അതും മിസ്സായി. ചെക്കനും പെണ്ണും കേക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടും കൂടിയില്ല. പിന്നെ പതിവ് പോലെ നമ്മൾ ബിരിയാണി അടിക്കാൻ വേണ്ടി ചെന്നു കേട്ടോ. പിന്നെ നമ്മൾ കേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ ബിരിയാണി കഴിക്കുന്നത്. പിന്നെ ഈ ഇരിക്കുന്നത് അവരുടെ ഗസ്റ്റാണ്. ഞങ്ങളുടെ നാട്ടുകാരല്ല, വൻകരയിൽ നിന്ന് വന്നവരാണ്. അവരെൻ്റെ ക്യാമറയിൽ പെട്ടുപോയതാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ അടുത്ത ലക്ഷ്യം കസ്റ്റാർഡ് കുടിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കസ്റ്റാർഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും കസ്റ്റാർഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് മിസ്സാക്കിയിട്ട് പോകാൻ തോന്നിയില്ല. ഇനി അവൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്തായാലും ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് അയച്ചതുകൊണ്ട് നമ്മളൊരു ബീച്ച് സൈഡിൽ പോയിട്ട് 5 മിനിറ്റ് ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കോമെൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.